കാലുമാറി കളം മാറ്റി ചവിട്ടുന്നത് ഇതാദ്യമായല്ല. ബീഹാറിലെ ഓപ്പറേഷൻ താമരയിൽ മഹാസഖ്യം വീണിരിക്കുകയാണ്. പക്ഷേ അപ്പോഴും മുഖ്യമന്ത്രിയായി നിതീഷ് കുമാർ തന്നെ രംഗത്തെത്തുന്നു. തിരഞ്ഞെടുപ്പ് അടുത്തിരിക്കുന്ന സാഹചര്യത്തിൽ ഇനി കോൺഗ്രസിൽ സംഭവിക്കുന്നത് എന്താകും? പരിശോധിക്കാൻ വിശദമായി. നമസ്കാരം, ഞാൻ കുഞ്ചു മുരളി. ബീഹാറിലെ രാഷ്ട്രീയ നാടകങ്ങൾക്കൊടുവിൽ മുഖ്യമന്ത്രിയും JDU നേതാവുമായ നിതീഷ് കുമാർ BJP നയിക്കുന്ന NDA മുന്നണിയിലേക്ക് എത്തിയിരിക്കുകയാണ്. നിതീഷ് തന്നെ മുഖ്യമന്ത്രിയായി തുടരുകയും ചെയ്യും. അടുത്ത തിരഞ്ഞെടുപ്പ് വരെ തൽസ്ഥാനത്ത് തുടരാമെന്ന് JDU BJP ധാരണയുമായി. 9ാം തവണയാണ് നിതീഷ് മുഖ്യമന്ത്രിയായി സത്യപ്രതിജ്ഞ ചെയ്യാൻ പോകുന്നത്. അധികാരമില്ലാതെ ഘടകകക്ഷികൾക്ക് നിലനിൽക്കാൻ കഴിയില്ല എന്നുള്ള ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യം കൂടി ഇവിടെ പറയേണ്ടതുണ്ട്. ഏറ്റവും പ്രധാനപ്പെട്ട മറ്റൊരു കാര്യം, അധികാരമില്ലാതെ ഘടകകക്ഷികൾക്ക് തുടരാൻ കഴിയില്ല എന്നുള്ളൊരു കാര്യമാണ് ഇവിടെ തെളിയിക്കുന്നത്. കാരണം കഴിഞ്ഞ 2 തവണയായി BJP അധികാരത്തിലേക്ക് എത്തിയപ്പോൾ ആ BJP സർക്കാരിനോടൊപ്പം JDUവും നിതീഷ് കുമാറും ഉണ്ടായിരുന്നുവെങ്കിലും പിന്നീട് കോൺഗ്രസിലേക്ക് കളം മാറ്റി ചവിട്ടിയത് അധികാരം സ്വപ്നം കണ്ട് തന്നെയാണ്. പ്രധാനമന്ത്രി സ്ഥാനാർത്ഥിയായി നിതീഷ് കുമാർ എത്തുമെന്നുള്ള ഒരു വ്യാമോഹത്തോടു കൂടി തന്നെയാണ് ഇന്ത്യ സഖ്യത്തിനോടൊപ്പം ചേർന്ന് JDU അല്ലെങ്കിൽ നിതീഷ് കുമാർ കോൺഗ്രസിനൊപ്പം ചേർന്ന് നിന്നത്. പക്ഷേ അത് സാധ്യമാകില്ല എന്ന് തിരിച്ചറിഞ്ഞതോടെ, അല്ലെങ്കിൽ ആ തിരിച്ചറിവ് ഉണ്ടായതോടുകൂടിയാണ് നിതീഷ് വീണ്ടും മറുകരണം ചാടിയത്. മമതാ ബാനർജി നിതീഷ് കുമാറിനെ പ്രധാനമന്ത്രിയാക്കുന്നതിൽ ഇഴഞ്ഞു നിൽക്കുന്ന ഒരു സാഹചര്യമുണ്ട് എന്നുള്ളത് ഈ രാഷ്ട്രീയ സാഹചര്യങ്ങൾ വിലയിരുത്തുമ്പോൾ മനസ്സിലാകുന്ന ഒന്നാണ്. അതുകൊണ്ട് തന്നെയാണ് ഇനി കോൺഗ്രസിനൊപ്പം നിന്നു കഴിഞ്ഞാൽ സ്ഥാനമാനങ്ങളൊന്നും ലഭിക്കില്ല എന്നും അധികാരം കൈയടക്കി വയ്ക്കാൻ കഴിയില്ല എന്നുള്ള ചിന്താഗതി കൊണ്ട് തന്നെയാണ് വീണ്ടും BJPയിലേക്ക് നിതീഷ് കടന്നു ചെല്ലുന്നത്. രാജിവെച്ച മുഖ്യമന്ത്രിയെ അതേ സഭയുടെ നേതാവായി തിരിച്ചു വിളിക്കാനാകുമോ? ഈ ചോദ്യമാണ് ഇപ്പോൾ ഉയരുന്നു വരുന്നത്. ഇതാദ്യമായല്ല നിതീഷ് ഇങ്ങനെ കളം മാറ്റി ചവിട്ടുന്നത്. 2 കൊല്ലം മുമ്പ് നിതീഷ് ഇത് തന്നെ ചെയ്തിരുന്നു. 2020 BJPയുമായി ചേർന്ന് അധികാരത്തിൽ വന്ന നിതീഷ് 2022 ഓഗസ്റ്റ് 9-ന് RJDയും കോൺഗ്രസും ഉൾപ്പെടുന്ന മഹാസഖ്യവുമായി കൂട്ടുചേരാനായി രാജിവെക്കുകയായിരുന്നു. പിറ്റേന്ന് അവരുടെ പിന്തുണയോടെ വീണ്ടും മുഖ്യമന്ത്രിയെ സത്യപ്രതിജ്ഞ ചെയ്യുകയും ചെയ്തു. ഇക്കുറി അത് ആവർത്തിക്കുകയാണ്. മഹാസഖ്യം വിട്ട് BJP സഖ്യത്തിനോടൊപ്പം ചേർന്നു എന്ന് മാത്രം. നിതീഷിൻ്റെ രാഷ്ട്രീയ കളം മാറ്റി ചവിട്ടലുകൾ, അല്ലെങ്കിൽ ഈ കളം മാറ്റി ചാടിയ സാഹചര്യം ഇന്ത്യൻ രാഷ്ട്രീയത്തിൽ ശ്രദ്ധേയമായി മാറുകയാണ്. 2014 BJP പിന്തുണയോടെ മുഖ്യമന്ത്രിയായിരിക്കെ JDUവിലെ ആഭ്യന്തര പ്രശ്നം മൂലം രാജിവെക്കുകയും പിന്നീട് കളം മാറ്റി ചവിട്ടുകയും ചെയ്തു. 2015 RJD കോൺഗ്രസ് സഖ്യത്തിൻ്റെ പിന്തുണയോടെ മുഖ്യമന്ത്രി പദത്തിലെത്തുകയും ചെയ്തു. 2017 RJD കോൺഗ്രസ് പിന്തുണയോടെ മുഖ്യമന്ത്രിയായിരിക്കെ രാജിവെച്ചു. തുടർന്ന് BJP പിന്തുണയോടെ മുഖ്യമന്ത്രിയാവുകയും ചെയ്തു. 2022 BJP പിന്തുണയോടെ മുഖ്യമന്ത്രിയായിരിക്കെ സഖ്യം വിടുകയും RJD കോൺഗ്രസ് പിന്തുണയോടെ മുഖ്യമന്ത്രിയായി മാറുകയും ചെയ്തു. 2024 അതുതന്നെയാണ് ആവർത്തിക്കുന്നത്. RJD കോൺഗ്രസ് പിന്തുണയുടെ മുഖ്യമന്ത്രിയായതിനു ശേഷം സഖ്യം വിട്ട് BJP പിന്തുണയോടുകൂടി മുഖ്യമന്ത്രിയാവാൻ പോകുന്നു. പിന്തുണയ്ക്കുന്നവർ മാറിയെങ്കിലും സഭയിൽ തനിക്ക് ഭൂരിപക്ഷമുണ്ടെന്ന വാദത്തിൻ്റെ അടിസ്ഥാനത്തിലാണ് നിതീഷ് വീണ്ടും തന്നെ ക്ഷണിക്കാൻ ഗവർണറോട് ആവശ്യപ്പെട്ടത്. എന്നാൽ സമാന വാദം കേന്ദ്ര സർക്കാരിൻ്റെ കാര്യത്തിൽ അംഗീകരിക്കാതെ പോയ ഒരു ചരിത്രവുമുണ്ട്. ആ ചരിത്രം മൊറാർജി ദേശായിയുമായി ബന്ധപ്പെട്ടതാണ്. പ്രധാനമന്ത്രി മൊറാർജി ദേശായിക്കെതിരെ 1979 ജൂലൈയിൽ കോൺഗ്രസ് ലോക്സഭയിൽ അവിശ്വാസ പ്രമേയം കൊണ്ടുവന്നു. ഭരണകക്ഷിയായ ജനതാ പാർട്ടിയിലെ ഭിന്നത മുതലെടുക്കുകയായിരുന്നു ലക്ഷ്യം. പ്രമേയം ചർച്ചയ്ക്കെടുക്കാതോടെ തനിക്ക് ഭൂരിപക്ഷം നഷ്ടപ്പെടുകയാണെന്ന് മൊറാർജിക്ക് മനസ്സിലാവുകയും ചെയ്തു. എന്നാൽ പ്രമേയം വോട്ടിനിടെ മുമ്പ് അദ്ദേഹം രാഷ്ട്രപതി നീലം സഞ്ജീവ് റെഡ്ഡിയെ കൊണ്ട് 2 കത്തുകൾ നൽകി. ഒന്ന് മന്ത്രിസഭയുടെ രാജിക്കത്ത്, സഭയിൽ ആർക്കും ഭൂരിപക്ഷമില്ലാത്തതിനാൽ തന്നെ വീണ്ടും പ്രധാനമന്ത്രി സ്ഥാനത്തേക്ക് ക്ഷണിച്ച് ഭൂരിപക്ഷം തെളിയിക്കാൻ അവസരം നൽകണമെന്നായിരുന്നു 2ാമത്തെ കത്തിലെ ആവശ്യം. പിണങ്ങിപ്പോയ ഉപപ്രധാനമന്ത്രി ജഗ്ജീവൻ റാമിൻ്റെ നേതൃത്വത്തിലുള്ള വിഭാഗത്തിൻ്റെ പിന്തുണയും വാഗ്ദാനം ചെയ്യുന്ന കത്ത് കിട്ടിയിട്ടുണ്ടെന്നും മൊറാർജി വാദിച്ചു. ഇങ്ങനെ ചെയ്യാൻ കീഴ്വഴക്കമുണ്ടായതെന്ന റെഡ്ഡിയുടെ, അല്ലെങ്കിൽ കീഴ്വഴക്കമുണ്ടോ എന്ന റെഡ്ഡിയുടെ ചോദ്യത്തിനും മൊറാർജിക്ക് മറുപടി ഉണ്ടായിരുന്നു. 1931 ബ്രിട്ടനിലെ ആദ്യ ലേബർ പാർട്ടി പ്രധാനമന്ത്രിയായ റാംസേ മക്ഡൊണാൾഡിനെതിരെ മിക്ക പാർട്ടി MPമാരും തിരിയുകയുണ്ടായി. അതോടെ അദ്ദേഹം രാജാവിന് രാജിക്കത്ത് നൽകുന്നു. ഇതിനൊപ്പം തൻ്റെ അനുകൂലികളുടെയും മറ്റ് പാർട്ടികളിൽ നിന്ന് തന്നെ അനുകൂലിക്കുന്നവരുടെയും പിന്തുണയിൽ പുതിയ സർക്കാർ ഉണ്ടാക്കാൻ അനുവദിക്കണമെന്നും ആവശ്യപ്പെട്ടു. ഇത് രാജാവ് അംഗീകരിക്കുകയായിരുന്നു. മൊറാർജിയുടെ ഈ വാദം നീലം സഞ്ജീവ് റെഡ്ഡിക്ക് സ്വീകാര്യമായില്ല എന്നതാണ് സത്യം. ഭൂരിപക്ഷമുണ്ടെങ്കിൽ അവിശ്വാസ പ്രമേയത്തെ പരാജയപ്പെടുത്താമല്ലോ എന്നാണ് രാഷ്ട്രപതി തിരിച്ചു ചോദിച്ചത്. രാജിക്കത്ത് സ്വീകരിച്ച് പകരം സംവിധാനം ഉണ്ടാക്കുന്നത് തുടരാനും അദ്ദേഹം മൊറാർജിയോട് ആവശ്യപ്പെടുകയായിരുന്നു. തുടർന്ന് കോൺഗ്രസിൻ്റെ പിന്തുണയിൽ ചരൺ സിംഗിൻ്റെ നേതൃത്വത്തിലുള്ള ജനതാ പാർട്ടി വിഭാഗം പുതിയ സർക്കാർ രൂപീകരിക്കുകയും ചെയ്തു. ഇവിടെയും സ്ഥിതിഗതികൾ മാറ്റമല്ല, നിതീഷ് അങ്ങോട്ടും ഇങ്ങോട്ടും മാറിക്കളിക്കുകയാണ്. നിതീഷ് കുമാറിൻ്റെ ഈ കളം മാറ്റി ചവിട്ടൽ അത് 2 പാർട്ടികൾക്കും 2 രാഷ്ട്രീയ കക്ഷികൾക്കും ഗുണകരമായ ഒരു സാഹചര്യമുണ്ടായിരുന്നു.
ആദ്യം കോൺഗ്രസിനാണ് അത് ഗുണകരമായതെങ്കിൽ ഇപ്പോൾ അത് ബി ജെ പിക്ക് ഗുണകരമായിരിക്കുന്നു എന്ന് മാത്രം. കാരണം ഇനി വരാൻ പോകുന്ന തെരഞ്ഞെടുപ്പുകളിൽ ജെ ഡി യുവിനൊപ്പം നിൽക്കുന്ന, അധികാരം കയ്യിലില്ലെങ്കിൽ, തുടക്കത്തിൽ പറഞ്ഞ പോലെ അധികാരം കയ്യിലില്ല എങ്കിൽ സ്വാഭാവികമായിട്ടും ഇന്ത്യ സഖ്യത്തിനോടൊപ്പം നിൽക്കുന്ന ഘടകകക്ഷികൾ ജെ ഡി യുവിനോടൊപ്പം പോകാനോ അല്ലെങ്കിൽ ബി ജെ പിക്കൊപ്പം ചേരുവാനോ ശ്രമിക്കും. അതിന് മുന്നോടിയായി തന്നെയാണ് നിതീഷ് കുമാറിനെ അല്ലെങ്കിൽ ജെ ഡി യുവിനെ ഈ പാർട്ടിയിലേക്ക്, ബി ജെ പിയിലേക്ക് വീണ്ടും തിരിച്ചു കൊണ്ടുവന്നിരിക്കുന്നതെന്ന് എടുത്തു പറയേണ്ട ഒരു കാര്യമാണ്. ഏതായാലും നിതീഷ് കുമാറിനെ ബി ജെ പി ഉൾക്കൊണ്ടിട്ടുണ്ട്. വരും നാളുകളിൽ തെരഞ്ഞെടുപ്പ് അടുത്തിരിക്കുന്ന സാഹചര്യത്തിൽ ഈ കൂടുമാറ്റം എങ്ങനെ ഇന്ത്യ സഖ്യത്തെയും കോൺഗ്രസിനെയും ബാധിക്കുമെന്ന് കാത്തിരുന്ന് കാണാം.